നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞങ്ങൾ ബാലിയിൽ നിന്ന് ഡെൻപാസർ എയർപോർട്ടിൽ നിന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് നേരെ കോലാലംപൂരിലാണ്. ഈ സമയത്ത് വിശാലമായിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ്. ഏകദേശം 380 എന്ന് പറയും. 380 ആണ്. ഓൾമോസ്റ്റ് ധാരാളം പാസഞ്ചേഴ്സിന് കൊണ്ടുപോകുന്ന ഒരു ആകാശ കപ്പൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഇതിൽ ഏകദേശം ഒരു 380 ആൾക്കാർ ഇതിനകത്ത് കയറാൻ പറ്റും. പക്ഷേ ഇന്ന് ആകെ ഇതിനകത്ത് 247 ആൾക്കാർ മാത്രമേ, പാസഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു കഥാമൃതത്തിൻ്റെ ഒരു കഥയാണ്. ആ കഥ വരുന്നത് ഒരു ധനികനായിട്ടുള്ള ഒരു അച്ഛൻ, അദ്ദേഹത്തിന് 4 മക്കളാണ്. അവരെല്ലാവരെയും നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അവർ നല്ല കുടുംബം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം വൃദ്ധാവസ്ഥയിൽ വന്ന സമയത്ത്, മരണസമയത്ത് അദ്ദേഹം എല്ലാവരും വിളിച്ചു കൂട്ടി. നമ്മുടെ ഭാരതത്തിൽ സാധാരണ ആ കുടുംബ ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ ഇവിടെയും അദ്ദേഹം ആ ചിന്തയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഞാനില്ലാത്ത സമയത്തും എല്ലാവരും ഒരുമിച്ചുണ്ടാവണം, സ്നേഹബന്ധങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എല്ലാവരും വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, മക്കളെ, ഞാൻ എങ്ങനെയാണോ നിങ്ങളെയൊക്കെ വളർത്തിയെടുത്തത് അതുപോലെ തന്നെ നിങ്ങളും വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും എല്ലാം ജീവിക്കണം, പരസ്പരം സ്നേഹം ഉണ്ടാവണം, എല്ലാവരും പരസ്പരം സഹായിക്കണം എന്ന രീതിയിൽ അദ്ദേഹം വിളിച്ചു. എന്നിട്ട് ഒരു ചുള്ളിക്കമ്പെടുത്തു, ഇത് ഒഴിച്ചു കാണിച്ചു അദ്ദേഹം. അത് ഒഴിച്ചു കാണിച്ചപ്പോൾ അവർക്ക് തോന്നി ഇത് പെട്ടെന്ന് ഒടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വേറെ ഒരു കാര്യം ചെയ്തു, അതുപോലെ ഒരു കെട്ടെടുത്തിട്ട് ഒടിക്കാനായിട്ട് പറഞ്ഞു. കെട്ടിയിട്ട് ആർക്കും ഒടിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കണ്ടില്ലേ, ഐക്യമത്യമാണ് മഹാബലം. അതുകൊണ്ട് ഒരു ചുള്ളിക്കമ്പ് നമുക്ക് പെട്ടെന്ന് ഒടിക്കാൻ സാധിക്കും. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ കമ്പുകൾ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ അത് പൊട്ടിക്കാൻ നമുക്ക് സാധിക്കില്ല. അതേ ഒരു മനോഭാവത്തിലായിരിക്കും നമ്മൾ സാമാജികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒരുമിച്ച് നിൽക്കണം എല്ലാവരും. നമ്മുടെ ഭാരതത്തിൽ ഇവിടെ ജാതി, മതം, രാഷ്ട്രീയം ഇതിൻ്റെ പേരിൽ നമ്മൾ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാലേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അവസരത്തിൽ ഞങ്ങൾ കോലാലംപൂരിലേക്ക് പോകുന്ന അവസരത്തിൽ ഈ ഒരു സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഈ ഫ്ലൈറ്റിൽ കിട്ടിയ ഒരു ചാൻസാണ്. മനോഹരമായിട്ടൊരു ഫ്ലൈറ്റാണ്. ഇതിൻ്റെ ആകൃതിയും പ്രകൃതിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാണാത്തവർക്കും ഇത് എൻജോയ് ചെയ്യാൻ സാധിക്കും. എൻ്റെ കൂടെയുള്ള യാത്രികരാണ്, എൻ്റെ കൂടെ യാത്ര ചെയ്ത കുറേ ആൾക്കാരുള്ള ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് കാണാനുള്ളത് ഒരു ലക്ഷ്യ ട്രാവൽസിൻ്റെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ പേരാണ് സ്നേഹ. അവരാണ് നമ്മുടെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും യാത്രക്കാരാണ്. ഇവരൊക്കെ കണ്ടോ, ഇവരെല്ലാം നമ്മുടെ സഹയാത്രികരാണ്. അഡ്വക്കേറ്റ് സാറ് ഉറങ്ങാണ്, എന്നാലും ഇദ്ദേഹം വളരെ സ്നേഹമുള്ള ഒരാളാണ്, കണ്ടല്ലോ. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. പിന്നെ സാഹിത്യത്തിൻ്റെ ഒരു മകുടം എന്ന് പറഞ്ഞ ഒരു സിരാജ് സാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഉറങ്ങുന്ന പന്തളത്തിലെ ആൾക്കാരുണ്ട്. പിന്നെ പാലക്കാടിൻ്റെ മുത്തുണ്ട്, പ്രകാശ് സാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ശ്രീമതിയുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളത്തെ ഒരു ഏറ്റവും വലിയ ഒരു അമ്പലത്തിൻ്റെ എന്താ പറയുക, വെളിച്ചപ്പാടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്, ദേവസ്വാധികാരിയാണ്. പിന്നെ ഇത് എടുക്കുന്നത്, എൻ്റെ കൂടെ ഈ പ്രാവശ്യം എടുക്കുന്നത് വിശാലാണ്. വിശാല് നമ്മുടെ ഏറ്റവും യുവാവായിട്ടുള്ള ഒരാളാണ്. വിശാലിനെ നിങ്ങൾ കാണേണ്ടതാണ്. വിശാൽ നമ്മുടെ കൂടെ ഉള്ളതാണ്, എറണാകുളത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മളെല്ലാവരും സ്നേഹത്തോടെ ഇരിക്കണം, ഐക്യത്തോടെ ഇരിക്കണം, ഒരുമിച്ചിരിക്കണം. ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഈ ഒരു സന്ദേശത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. താങ്ക് യു സോ മച്ച്.